കരുതൽ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയല്ല ചെയ്യുന്നത്, അതിലേക്ക് ദൈവം നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യല്ല, ഇട്ട് തരികയല്ല ചെയ്യുന്നത്, നമ്മളെ അതിലേക്ക് ദൈവം നടത്തുന്നു. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകളൊക്കെ കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും പ്രയാസങ്ങളുടെ നടുവിലും കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെയുണ്ട്. ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് കയറുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സാധ്യമാക്കി തീർത്തൊരു കീ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ മഹത്വമുള്ള ക്രിസ്തുവിൽ നമുക്കുള്ള പ്രത്യാശയിലേക്ക് എല്ലാ വിശ്വാസികളും കടന്നു വരുവാൻ പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൈവീക മഹത്വമുള്ള പ്രത്യാശയിലേക്ക് എല്ലാ വിശ്വാസികളും കടന്നു വരുവാൻ കർത്താവെ, ഈ മകൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പോലെ തന്നെ സംഭവിക്കട്ടെ. അതിനുള്ള അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ ആഴ്ചയിൽ ഒത്തിരി മീറ്റിങ്സുകളുണ്ട്. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നത് ദുബായിലുള്ള അൽനാദിൽ വെച്ചിട്ടാണ്. ദയവായി കടന്നു ചെല്ലുക, പങ്കെടുക്കുക. അവിടെയൊക്കെ നിങ്ങളിൽ പല ആളുകൾ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. സാധിക്കുമെങ്കിൽ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നവോന്മേഷത്തിന് അത് കാരണമായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ അതിശക്തമായിട്ടുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുമായിട്ട് ഞങ്ങൾ കോഴിക്കോടിലേക്ക് വരികയാണ്. കോഴിക്കോട് ചിന്താവളപ്പിലുള്ള ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുറച്ചധികം മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അവിടേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരെയും കാണണമെന്നുള്ള താല്പര്യത്തോടെയാണ് വരുന്നത്. അതുകൊണ്ട് ദയവായി കടന്നു വരിക. ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് മറ്റു പലരെയും അറിയിക്കുക. അവരും കടന്നു വരട്ടെ. ഇതൊരു വലിയ അനുഗ്രഹമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ വേഗത്തിൽ ഇന്നത്തെ ആരാധനയിലേക്കും വചന സന്ദേശത്തിലേക്കും നമുക്ക് കടക്കാം. സ്തുതിക്കാം, പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി, എന്നന്തരംഗമേ എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം.
വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 17 ഫ്രൈഡേ ആൻഡ് ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ എടുക്കുക. പ്രൊവിഷൻ, കരുതൽ. ഫോക്കസ് വേഴ്സ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകില്ല. സോ ഇതിനോട് സാമ്യമുള്ള പലതും ഓൾറെഡി നമ്മൾ പല ദിവസങ്ങളിൽ ചിന്തിച്ച് കാണും. പക്ഷെ ഒരു കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. സോ കരുതൽ, ദൈവത്തിൻ്റെ കരുതൽ. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകില്ല. ഡെക്ലറേഷൻ നോക്കുക. ഐ വാക്ക് ഇൻ ഡിവൈൻ പ്രൊവിഷൻ ടുഡേ. ദൈവികമായ കരുതലിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ദ ലോർഡ് സപ്ലൈസ് എവ്രി നീഡ് ഇൻ അബൻഡൻസ്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ധാരാളമായി അവൻ നൽകിത്തരുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി എല്ലാവരും വായിച്ച് ടിക്ക് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഈ വചനത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ, 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്പർ 1, പ്രൊവിഷൻ ബിഗിൻസ് വിത്ത് റിലേഷൻഷിപ്പ്, നോട്ട് റിസോഴ്സസ്. ദൈവികമായ കരുതൽ ആരംഭിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നാണ്, അതല്ലാതെ വിഭവങ്ങളിൽ നിന്നല്ല. ദൈവികമായ കരുതൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും ആരംഭിക്കുന്നു. കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്യുന്നവർ പ്രൊവിഷൻ ടൈപ്പ് ചെയ്യുക. 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനം കഴിവതും അതിൽ കോപ്പി ചെയ്തിടുക. എന്നിട്ട് ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രധാന കാര്യങ്ങളൊക്കെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും അതിൽ ടൈപ്പ് ചെയ്യുകയും നോട്ട്ബുക്കിൽ എഴുതുകയും എല്ലാം ചെയ്യുക. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ അകത്തത് എൻഗ്രേവ്ഡ് ആകുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി ഈ വചനങ്ങൾ മാറുകയാണ്. അപ്പോൾ പ്രൊവിഷൻ ഫ്ലോസ് ഫ്രം ഹൂ ലീഡ്സ് യു, നോട്ട് ജസ്റ്റ് വാട്ട് യു ഹാവ്. ഇവിടെ ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, യഹോവൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവാണ് എന്നെ നയിക്കുന്നത്. ഹീ ഈസ് മൈ ഷെപ്പേർഡ്. അപ്പോൾ ആര് നമ്മെ നയിക്കുന്നു അയാളിൽ നിന്നാണ് കരുതൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം വരുന്നത് അവനോടുള്ള ബന്ധത്തിൽ നിന്നാണ്, നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്നാണ്. പ്രൊവിഷൻ ഫ്ലോസ് ഫ്രം ഹൂ ലീഡ്സ് യു. നിങ്ങളെ ആര് നയിക്കുന്നു അയാളാണ് കരുതൽ നൽകേണ്ടത്, നോട്ട് ജസ്റ്റ് വാട്ട് യു ഹാവ്. അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല. അവനിൽ നിന്നാണ് സകലവും സപ്ലൈ ആയി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ ദോസ് ഹു സീക്ക് ദ ലോർഡ് ലാക്ക് നോ ഗുഡ് തിങ്. അവനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. കൈകൾ ഉയർത്തിപ്പിടിച്ചോളെന്ന് പറയാമോ? എനിക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല, ഒരു നന്മയും എനിക്ക് മുടങ്ങുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കിയില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാൽ പോലും ഒരു നന്മയ്ക്കും മുടക്കം ഉണ്ടാകുകയില്ല. മത്തായി 6:33 സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം, all these things will be added. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടൊരു വചനമാണ്. മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുന്നുവെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വിശ്വസിക്കുക. ആവർത്തിച്ച് വചനങ്ങൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും പറയുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉറവുകൾ തുറന്നു വരട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ ദ ഗുഡ് ഷെപ്പേർഡ് ലേയ്സ് ഡൗൺ ഹിസ് ലൈഫ് ഫോർ ദ ഷീപ്പ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ ശുശ്രൂഷകരോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോടുകൂടി പറയുകയാണ്. 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഒരു തിങ്കളാഴ്ച ദിവസം നമ്മുടെ ശുശ്രൂഷകരുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് വളരെ ശക്തമായി എൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈറ്റ് ഫ്രം ദ ഷെപ്പേർഡ്സ് ടേബിൾ. ഇടയൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുക. ഇത് ജനങ്ങളോട് പറയാം, ഇടയൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുക. ഇടയൻ എന്ന് പറയുമ്പോൾ ഒന്ന് കർത്താവാണ്, നമ്മുടെ മഹാ ഇടയൻ, ആത്മാക്കളുടെ വലിയ അധ്യക്ഷൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ തന്നവൻ, ആടുകളെ വിലയ്ക്ക് ചോരയാൽ വിലക്ക് വാങ്ങിയവൻ, ഇതെല്ലാം യേശുവാണ്. അത് കൂടാതെ ഓരോ കൂട്ടായ്മയ്ക്കും കർത്താവ് ഓരോ ഇടയന്മാരെ ആക്കി വയ്ക്കും. ഇപ്പോൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ കർത്താവ് എന്നെ ആക്കി വെച്ചു. ഇതുപോലെ ഒത്തിരി സഭകൾ, ശുശ്രൂഷകൾ, കൂട്ടായ്മകളുണ്ട്. അവർക്കെല്ലാം കർത്താവ് ഓരോരുത്തരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ.
സോ മെയിൻലി നമ്മൾ ചെയ്യേണ്ടത് ശരിക്കുള്ള നമ്മുടെ സമീകൃത ആഹാരം, ന്യൂട്രീഷ്യസ് ഫുഡ്, പോഷകാഹാരവും സാധാരണ ഏത് ആടുകളാണ് മേയ്ക്കുന്നത് ആ ഇടേൻ്റെ കയ്യിലാണ് കർത്താവ് കൊടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ഞാനന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഇത് പറഞ്ഞു, ഈറ്റ് ഫ്രം യുവർ ഷെപ്പേർഡ്സ് ടേബിൾ. ഒന്ന് കർത്താവ് നമുക്ക് നൽകുന്നത്. 2, ദൈവം ആരെയാണോ നമ്മളെ നയിക്കാൻ വേണ്ടി ഭൂമിയിലാക്കി വച്ചിരിക്കുന്ന ഷെപ്പേർഡ്സ്, അവരിൽ നിന്നും സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. ഹലോ കോഴിക്കോട്, ബ്ലെസ്സിങ് ടുഡേ കോഴിക്കോട് വരിക. കുറച്ച് നാളായി വന്നിട്ട് ഞങ്ങൾ ടീമായി വരികയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് കോഴിക്കോട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ശിക്ഷക് സദൻ ഓഡിറ്റോറിയം, റാം മോഹൻ റോഡ്, ചിന്താവളപ്പ്, പാളയം. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ഈ സംഭവം. നിങ്ങൾ വരണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, കുടുംബത്തെ കൊണ്ടുവരിക. ഇതെന്താണ് പരിപാടി എന്ന് പറയാം. ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദിസ് ഈസ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ, അനുഗ്രഹത്തിൻ്റെ ഉത്സവമാണ്. എല്ലാവർക്കും വേണ്ടി വ്യക്തിപരമായി ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും, ആരാധനാ ഗീതങ്ങളുണ്ടായിരിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, യേശുവാണ് സൗഖ്യമാക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്കവിടെ കേൾക്കാൻ കഴിയും. ഇതിന് സാക്ഷിയാകാനും, വെറും സാക്ഷിയാകാൻ മാത്രമല്ല, ഇത് അനുഭവിക്കുവാനും ദയവായി നിങ്ങൾ വരണം. അന്നത്തെ ദിവസം ബഹിരാകാശത്തിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, വരാതിരിക്കരുത്, വരണം. ടീമായിട്ടാണ് വരുന്നത്. യു ആർ വെൽക്കം. അവിടെ വെച്ച് കാണാം. നമ്പർ 2 എഴുതുക, ഗോഡ്സ് പ്രൊവിഷൻ ഈസ് കംപ്ലീറ്റ് ആൻഡ് സഫിഷ്യൻറ്റ്. ദൈവത്തിൻ്റെ കരുതൽ സമ്പൂർണ്ണമാണ്, മതിയായതാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുകയാണെങ്കിൽ അത് മതി. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ കരുതുന്നു. ഹീസ് ദ പ്രൊവൈഡർ, ഹീസ് ജഹോവ ജൈറെ. നമുക്കായി കരുതുന്നവനാണ്. അവിടെ പറയുന്നത് ഐ ലാക്ക് നത്തിങ്, എനിക്കൊന്നിനും കുറവില്ല. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് 6 ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചു. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? മോശെ 40 + 40 80 ദിവസം സീനായി മലയുടെ മുകളിലായിരുന്നു. എല്ലാവരും 40 ഓർക്കുന്നത്, അല്ല 80. ആദ്യത്തെ 40 ദിവസം കഴിഞ്ഞാണ് കൽപ്പലകയിൽ ന്യായപ്രമാണം 10 കൽപ്പനകളൊക്കെ എഴുതി താഴേക്ക് വരുമ്പോഴാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന രംഗം കാണുന്നു. താൻ ആ കൽപ്പലകകൾ പൊട്ടിച്ചു കളയുന്നു. 2ാമതും കയറി വരാൻ പറയുന്നു. വീണ്ടും പോയി 40 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു. 2ാമത് ഇതുപോലെയൊക്കെ എഴുതി കൊണ്ടുവരുന്നു. അങ്ങനെ 80 ദിവസം ഈ മോശെ സീനായി മലയുടെ മുകളിലായിരുന്നു. ഫേസ് ടു ഫേസ് സംസാരിച്ചു ദൈവമായിട്ട്. ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഒന്ന് സമാഗമന കൂടാരത്തെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി വാക്ക് ത്രൂ വീഡിയോ പോലെ പലതും മൂവി പോലെ കാണിച്ചു കൊടുത്തു. എന്താണ് നീ പണിയേണ്ടത്? ഇതുപോലെ തന്നെ മോശെ 5 പുസ്തകങ്ങൾ എഴുതി. ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ പെൻറ്റാറ്റ്യൂക്സ് എന്ന് പറയുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകം. അങ്ങനെ 5 പുസ്തകങ്ങൾ മോശയുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ മോശ നേരിട്ട് എഴുതിയതാകാം, ജോഷുവെ കൊണ്ടോ ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിച്ചതാകാം. പക്ഷേ ഹീസ് കൺസിഡേർഡ് ടു ബി ദ ഹ്യൂമൻ ഓത്തർ. പരിശുദ്ധാത്മാവാണ് ഡിവൈൻ ഓത്തർ. എന്നാൽ ഇവിടെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഈ മോശ എഴുതിയത്. 120 വയസ്സ് വരെ ജീവിച്ച ഈ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഇത്രയും ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ്. അതിൽ ആദ്യത്തെ 40 ദിവസം ഫറവൻ്റെ കൊട്ടാരത്തിൽ പോയി, അടുത്ത 40 വർഷം മരുഭൂമിയിൽ ഇത്രയുടെ ആടുകളെ മേയിച്ചു, അങ്ങനെ പോയി ഒളിച്ചോടി, അങ്ങനെ അബ്സ്കോണ്ടിങ് ആയിരുന്നു. ലാസ്റ്റ് 40 ഇയേഴ്സിൽ ചെയ്ത കാര്യം പറയുന്നേ. പക്ഷേ ഈ 80 വർഷം അദ്ദേഹം ഒരുങ്ങി. ആ 80 വർഷത്തെ ഒരുക്കത്തിന് ശേഷം അവസാനത്തെ 40 വർഷം അദ്ദേഹം ദൈവത്തോടുകൂടെ നടന്ന് ദൈവവുമായി സംസാരിച്ച് സൃഷ്ടിപ്പ് മുതൽ ഇങ്ങോട്ടുള്ള സകലവും ക്രോഡീകരിച്ചെഴുതാൻ. എന്ന് വെച്ചാൽ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് ഇവരാരും ഇല്ലല്ലോ, മോശയോ ആ തലമുറയോ ആരും ഇല്ല. അതിനു മുമ്പ് നടന്ന ആ സൃഷ്ടിപ്പ് മുതലുള്ളത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചെഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്തിനാണ് ഞാനിത് പറഞ്ഞത്?
സൃഷ്ടിപ്പിൻ്റെ മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യം തന്നെ 6 ദിവസങ്ങൾ കൊണ്ട് കർത്താവ് സകലം സൃഷ്ടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ അർത്ഥം 6 ദിവസങ്ങൾ കൊണ്ട് നമുക്കാവശ്യമുള്ള പ്രൊവിഷൻ മൊത്തം ആദമിന് ഹവ്വയ്ക്ക് മാത്രമല്ല, ഈ ഭൂമിയിൽ ഇനി ജീവിക്കാനിരിക്കുന്ന സകല മനുഷ്യജാതിക്കും വേണ്ട സകലവും 6 ദിവസങ്ങൾ കൊണ്ട് കർത്താവ് സൃഷ്ടിച്ചു റെഡിയാക്കി വെച്ചു. മറക്കരുത്. അതിനുശേഷം അവനൊന്നും പുതിയതായി സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു. 6 ദിവസങ്ങൾ കൊണ്ട് സകലവും ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം അവൻ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി. അതിനാണുള്ള ശബത്ത് 7-ാം നാളിൽ അവൻ ഒന്നും സൃഷ്ടിച്ചില്ല. 7-ാം നാളിന് ശേഷം സൃഷ്ടിച്ചിട്ടില്ല. ആകപ്പാട് അതിനുശേഷം പുതുതായൊരു സൃഷ്ടി നടന്നിട്ടുണ്ടെങ്കിൽ അത് ന്യൂ ക്രിയേഷൻ മാത്രമാണ്. നമ്മുടെ അകത്തുള്ള നമ്മുടെ ആത്മാവ് യേശുവിനെ സ്വീകരിച്ച സമയത്തൊരു ന്യൂ ക്രിയേഷനായി മാറിയതല്ലാതെ ഈ കാണുന്ന ഭൗതിക ലോകത്തുള്ള ഒന്നും അവൻ അതിന് ശേഷം സൃഷ്ടിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ എൻ്റെ ഈ കൊച്ചായുസിൽ ജീവിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സകല പ്രൊവിഷനും 6 ദിവസങ്ങൾ കൊണ്ട് കർത്താവ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എനിക്കുള്ളതല്ല ഇവിടെ തന്നെയുണ്ട്. ദാവീദ് ഇത് മനസ്സിലാക്കിയിട്ട് പറയാണ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ്. എനിക്ക് മാത്രമുള്ള 1000 തലമുറ 1000 തലമുറകൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ തന്നെ കർത്താവ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എത്ര പേർ ആമേൻ പറയും? വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ ടൈപ്പ് ചെയ്യുക എല്ലാവരും. അപ്പം നമ്മുടെ ഫിസിക്കൽ നീഡ്സ്, ഇമോഷണൽ സ്ട്രെങ്ത്, സ്പിരിച്വൽ സപ്ലൈ, എന്തെല്ലാമാണ് ആവശ്യമുള്ളത് എല്ലാം കർത്താവ് സൃഷ്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഫിലിപ്പ് ലേഖനം 4:19 പറയുന്നത്, ഗോഡ് വിൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മാറ്റത്തക്ക രീതിയിൽ കർത്താവ് തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം എല്ലാം ചെയ്യും, തരും. 2 Corinthians 9:8 ഗോഡ് ഈസ് ഏബിൾ ടു ബ്ലെസ് അബണ്ടൻ്റ്ലി. ധാരാളമായി അനുഗ്രഹിക്കുവാൻ അവൻ പ്രാപ്തിയുള്ളവൻ. 84-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ, നോ ഗുഡ് തിങ് ഡസ് ഹി വിത്ത് ഹോൾഡ്. ഒരു നന്മയും മുടക്കുന്നില്ല. അവൻ ഒരു നന്മയും മുടക്കുന്നില്ല. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്രേ ഉള്ളൂ. ഗോഡ്സ് പ്രൊവിഷൻ ഈസ് കംപ്ലീറ്റ്. ദൈവം ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാം ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ ചിലർ ദരിദ്രരാണ്, ചിലർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ചിലർക്ക് വേണ്ടത്ര വസ്ത്രമില്ല, ചിലർക്ക് ജീവിത സൗകര്യങ്ങളില്ല. ഇതൊന്നും ദൈവത്തിൻ്റെ തെറ്റല്ല, ഇവിടെയുള്ള ഭരണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഭരണകൂടത്തിൻ്റെയും അതുപോലെ മനുഷ്യരുടെ സ്വഭാവത്തിൻ്റെയും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാത്തതൊന്നും ഇന്ന് ഈ ഭൂമിയിലുള്ള 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ 800 കോടി ആളുകൾക്കും ജീവിക്കാൻ ആവശ്യമായ എന്ന് വെച്ചാൽ സസുഖം ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഉണ്ട്. എന്നാൽ 1% ആളുകളുടെ കയ്യിലാണ് 99% റിസോഴ്സസ് ഇരിക്കുന്നത്. കേട്ടില്ല? ഈ ഭൂമി മൊത്തം എടുത്താൽ അതിൽ ആ മൊത്തം ജനസംഖ്യയുടെ 1% മനുഷ്യരുടെ കയ്യിലാണ് 99% റിസോഴ്സസും, സമ്പത്താകട്ടെ, കാര്യാദികളാകട്ടെ, ഭൂമിയാകട്ടെ എല്ലാം ഇരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറയാം. മൊത്തത്തിൽ 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ 800 കോടി മനുഷ്യരുടെ 1% എടുക്കുക. അവരുടെ കയ്യിലാണ് 99% സമ്പത്തും ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളും ഇരിക്കുന്നത്. കാരണം ആ 1% പേര് അവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അവരാണ് ഏറ്റവും വലിയ ധനാഢ്യന്മാരായി, ഏറ്റവും സമ്പത്തുള്ളവരായി ജീവിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ താഴെ കുറച്ചുണ്ട്, ചിലർക്ക് ഒട്ടുമില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പല നിലകളിലാണ് ഇരിക്കുന്നത്. ഇതാണ് വാസ്തവം. ഇങ്ങനെയുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലാതെ ദൈവം തെറ്റുകാരനല്ല. മനുഷ്യർക്ക് സന്മനസ്സുണ്ടെങ്കിൽ എന്ത് കൊണ്ടുവരാം? എല്ലാവർക്കും ഈ സപ്ലൈ കൊണ്ടുവരാൻ കഴിയും. അത് ദൈവത്തിൻ്റെ തെറ്റല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്പർ 3, പ്രൊവിഷൻ ഈസ് ഓഫ് ഗൈഡഡ് നോട്ട് ഡ്രോപ്ഡ്. കരുതൽ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയല്ല ചെയ്യുന്നത്, അതിലേക്ക് ദൈവം നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യല്ല, ഇട്ട് തരികയല്ല ചെയ്യുന്നത്. നമ്മളെ അതിലേക്ക് ദൈവം നടത്തുന്നു. ഉദാഹരണത്തിന്, എ ഷെപ്പേർഡ്
ഡസ് നോട്ട് ഡ്രോപ്പ് ഫുഡ് ഫ്രം ദ സ്കൈ. ഒരിക്കലും ഒരു ഇടയൻ ഒരു മലമുകളിലോ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് അവിടെ നിന്ന് ആഹാരം ഇങ്ങനെ ആടുകൾക്ക് ഇട്ട് കൊടുക്കുക. നോ, പകരം ഹി ലീഡ്സ് ദ ഷീപ്പ് ടു ഗ്രീൻ പാസ്റ്റേഴ്സ്, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, കർത്താവിൻ്റെ ഇടയനാണ്. അതുകൊണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഇട്ട് തരികയല്ല ചെയ്യുന്നത്, പകരം നടത്തും. അതാണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വചനത്തിൽ പറയുന്നത്. ഹി ലീഡ്സ് മീ ബിസൈഡ് സ്റ്റിൽ വാട്ടേഴ്സ്. അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ കൊണ്ടുപോകുന്നില്ലേ, പച്ചയായ പുൽപ്പുറങ്ങൾ കിടത്തുന്നു, ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ഗോഡ് പ്രൊവൈഡഡ് മന ബട്ട് ദ പീപ്പിൾ ഹാഡ് ടു ഗ്യാദർ ഇറ്റ്. ദൈവം മുകളിൽ നിന്ന് മന്ന ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തതെങ്കിലും അത് ഡോർ സ്റ്റെപ്പുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിലേക്ക് ജനം ചെന്ന് അതെടുക്കണം. സദൃശവാക്യങ്ങൾ 3:6 ഹി വിൽ ഡയറക്റ്റ് യുവർ പാത്സ്. അവൻ നിൻ്റെ വഴികളെ ഒക്കെയും നിർദ്ദേശിക്കും. കർത്താവാണ് ആ വഴികളിലൂടെ നമ്മെ നടത്തുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കുള്ള പ്രൊവിഷൻ വരുന്നത് ഡയറക്ഷൻസിലൂടെയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ്, മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. ചില റെയർ കേസുകൾ ഉണ്ടായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഹാഗാർ ഭയങ്കരമായി അവൻ വിശന്ന് ദാഹിച്ച് മരിക്കാൻ കിടക്കുമ്പോൾ ഹാഗാർ ഭയങ്കരമായി നിലവിളിച്ചു. ബാലൻ്റെ കരച്ചിൽ കേട്ടു. കർത്താവ് അവൾക്ക് വേണ്ടിയൊരു ഉറവ് തുറന്നു. വാസ്തവത്തിൽ ഉറവ് തുറന്നതല്ല, അവളുടെ കണ്ണാണ് തുറന്നത്. ഉറവ് അവിടെ ഉണ്ടായിരുന്നു, അവളുടെ കണ്ണ് തുറന്നപ്പോഴാണ് ഇത്രയും നേരം ഞാൻ കണ്ടില്ലല്ലോ, അത് കിട്ടി. മരുഭൂമിയിൽ കർത്താവ് മന്ന പൊഴിച്ചു. അത് മുകളിൽ നിന്ന് ഇറങ്ങിയാണ് വന്നതെങ്കിലും ഇവർ പോയി പെറുക്കിയെടുക്കും. കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. ഇതുപോലെ പലതും ചില ഒറ്റപ്പെട്ട പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ചിട്ട് ഇത് വളരെ അൺയൂഷ്വൽ റെയർ ഇൻസിഡൻസ് ആണ് ഇതെല്ലാം. എന്നാൽ നോർമലി കർത്താവ് ചെയ്യുന്നത് അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ദൈവം മിറക്കിൾ ചെയ്യുന്നവനല്ല. എപ്പോഴും കർത്താവ് മിറക്കിൾസ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കർത്താവ് പകരം നമ്മളെ അനുഗ്രഹിക്കുകയാണ്, അനുഗ്രഹത്തിലേക്ക് നമ്മെ വഴി നടത്തുകയാണ്. ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായി അറിയണം. സോ നമ്പർ 4, പ്രൊവിഷൻ റിക്വയർസ് ട്രസ്റ്റ് ആൻഡ് റെസ്റ്റ്. ദൈവത്തിൽ നിന്നുള്ള കരുതൽ പ്രാപിക്കുവാൻ നമുക്ക് അവനിലുള്ള ആശ്രയത്വവും അവനിൽ ആശ്രയിച്ചുള്ള വിശ്രമവും ആവശ്യമാണ്. ഷീപ്പ് റെസ്റ്റ് ബിക്കോസ് ദേ ട്രസ്റ്റ് ദ ഷെപ്പേർഡ്. ഇടയനിൽ വിശ്വാസമുള്ളതുകൊണ്ട്, ആശ്രയിക്കുന്നത് കൊണ്ടാണ് ആടുകൾക്ക് വിശ്രമിക്കാൻ കഴിയുന്നത്. ഇടയൻ കരുതുമല്ലോ, ഇടയൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുമല്ലോ, ഞാനായി തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇടയനെ കൊണ്ടുപോകും. എന്നാൽ വറി ബ്ലോക്സ് പീസ്. നമുക്ക് ആകുല ചിന്ത വന്നാൽ ഉടൻ തന്നെ എന്ത് സംഭവിക്കും? സമാധാനം ബ്ലോക്കായി പോകും. ബട്ട് ട്രസ്റ്റ് റിലീസസ് റെസ്റ്റ്. എന്നാൽ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആശ്രയിക്കുമ്പോൾ അതൊരു വലിയ ആശ്വാസമായും വിശ്രാമമായും മാറും. മത്തായി 6:26 എടുത്ത് നോക്കുമ്പോൾ, യുവർ ഹെവൻലി ഫാദർ ഫീഡ്സ് ദം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പോറ്റുന്നു. ആകാശത്തിലെ പറവകൾക്ക് യാതൊരു ടെൻഷനില്ല, അവർ സ്ട്രെസ് അടിക്കുന്നില്ല, അവർ EMI അടക്കുന്നില്ല, അവർ ബാക്കി വീട് വെക്കുന്നതിനെക്കുറിച്ചോ മക്കളെ കെട്ടിക്കുന്നതിനെക്കുറിച്ചോ നാളെ എന്ത് ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് അവയ്ക്ക് ഒരു ബോധറേഷനുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 4:3 ഹി ഹു ബിലീവ് എൻ്റർ റെസ്റ്റ്. അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നു, അവൻ്റെ റെസ്റ്റിലേക്ക് പ്രവേശിക്കുന്നു. എവിടെ നമ്മുടെ വിശ്വാസം കുറയുന്നുവോ, കർത്താവിലുള്ള ട്രസ്റ്റ് കുറയുന്നോ, ആ സമയത്ത് അസമാധാനം തലവെക്കാൻ തുടങ്ങും. എന്ന് കർത്താവിലുള്ള വിശ്വാസം കുറയുമ്പോൾ ആ സമയത്ത് ടെൻഷൻ കൂടാൻ തുടങ്ങും. കർത്താവിലുള്ള വിശ്വാസം അകത്ത് വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ സകല പിരിമുറുക്കവും പുറത്തു പോകും. ഭയങ്കര ആശ്വാസം, സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാം. 37-ാം സങ്കീർത്തനം 25-ാമത്തെ വചനത്തിൽ ദ റൈച്ചസ് ആർ നോട്ട് ഫോർസേക്കൻ. നീതിമാൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്നവിടെ എഴുതിയിട്ടുണ്ട്. നീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അഥവാ കർത്താവിലുള്ള വിശ്വാസമാണ് നമുക്ക് നീതിയായി കണക്കിടുന്നത്, നീതിയിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ഒരിക്കലും, നീതി ഉള്ളവർ, നീതിയിൽ ജീവിക്കുന്നവർ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ
ദേ ആർ നെവർ ഫോർസേക്കൻ. അപ്പോൾ ഒരിക്കലും അവരെ നിഷേധിക്കപ്പെടുകയോ നിരാകരിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല, ഉപേക്ഷിക്കപ്പെടുന്നതേയില്ല. ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാറുണ്ടോ നിങ്ങൾ? ബസ്സിൽ കയറി ഉടൻ തന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നത്. ഞാൻ ഉറങ്ങുമായിരുന്നു സീറ്റിൽ കയറി. പണ്ട് ബസ് യാത്ര ചെയ്യുന്ന കാലത്ത് അതിൽ കയറിയാൽ ഉടൻ തന്നെ അങ്ങ് ഉറങ്ങിപ്പോകും. കാറിൽ കയറിയാൽ പെട്ടെന്ന് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ട്രെയിനിൽ കയറിയാൽ ഉറങ്ങുന്നവരുണ്ടോ? ഫ്ലൈറ്റിൽ കയറിയാൽ ഉറങ്ങുന്നവരുണ്ടോ? ഉറങ്ങും. കാരണം വണ്ടി ഓടിക്കുന്നയാൾ സുരക്ഷിതമായി ഞാൻ എത്തേണ്ട സ്ഥാനത്ത് അപകടമില്ലാതെ എത്തിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഉറങ്ങുന്നത്. അല്ലാത്തവരുണ്ട്, റോഡ് ഫിയർ ഉള്ളവർ. ഈ വണ്ടി എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റാത്ത ഡ്രൈവിങ്, ഭയങ്കര റാഷ് ഡ്രൈവിങ്ങും ശ്രദ്ധയില്ലാത്ത രീതിയിലാണ് ഒരാൾ ഓടിക്കുന്നതെങ്കിൽ എനിക്ക് ഉറക്കം പറ്റില്ല. നമുക്കും ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥത ഉള്ളിൽ നഷ്ടപ്പെടും. ഇവിടുത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യം ഇതാണ്. ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് കർത്താവാണ്. യഹോവൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക്, അപ്പോൾ ട്രാങ്കിൾ വാട്ടേഴ്സ്, ക്വയറ്റ് വാട്ടേഴ്സ് കാണിക്കുന്നത്, എൻ്റെ പിക്ടോറിയൽ ലാംഗ്വേജിൽ എന്നോടത് പറയുന്നത് എന്താണ്? സ്വസ്ഥതയിലേക്ക്, റെസ്റ്റിലേക്ക് അവൻ എന്നെ നടത്തും. അപ്പം നമുക്ക് ആവശ്യം എന്താണ്? കർത്താവിലുള്ള ട്രസ്റ്റാണ്. ഇഫ് യു ഹാവ് ട്രസ്റ്റ് ഇൻ ഗോഡ് യു വിൽ റെസ്റ്റ് ഇൻ ഹിം. കർത്താവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ അവനിൽ വിശ്രമിക്കും, അഥവാ അവനിൽ സ്വസ്ഥതയോടെ ഇരിക്കും. സോ ട്രസ്റ്റിംഗ് ഗോഡ് അലൗസ് യു ടു റെസ്റ്റ് ഇൻ ഹിസ് പ്രൊവിഷൻ. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കാനും സ്വസ്ഥതയിൽ പ്രവേശിക്കാനും കഴിയും. കാരണം അവൻ കരുതിക്കൊള്ളും. മക്കൾ വളർന്നു വരുന്ന എന്താവും? മക്കളെ തന്നവൻ അവർക്കുള്ളതും തരും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല അവനോട് കോഓപ്പറേറ്റ് ചെയ്ത് ചെയ്യേണ്ട ജോലി ചെയ്യണം, മാനുഷികമായി ചെയ്യണം. ഇപ്പോൾ മന്ന കർത്താവ് ഇട്ട് കൊടുത്തു, പക്ഷേ ഒരാൾ പറയാണ്, എനിക്ക് വാതിൽ വരെ പോയി പെറുക്കാനൊന്നും എനിക്ക് വയ്യ, കർത്താവ് വേണമെങ്കിൽ എൻ്റെ വീടിനകത്തുകൊണ്ടൊന്ന് എൻ്റെ പ്ലേറ്റിലിട്ട് തരട്ടെ എന്ന് പറഞ്ഞ കാര്യം നടക്കും. ഇതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു പാട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി കർത്താവ് കരുതും. ഇവിടെ നോക്ക്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വിഷയത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രൊവിഷൻ, കരുതൽ എന്ന് ടൈപ്പ് ചെയ്തിടുക. കുറച്ചുകൂടി വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് ടൈപ്പ് ചെയ്തിടുക. കുറച്ചുകൂടി വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്വസ്ഥമായിരിക്കും എന്ന് ടൈപ്പ് ചെയ്തിടുക. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവർക്കും ആവശ്യമുള്ളത്, ആയുസ്സിൽ ആവശ്യമുള്ളത്, കുടുംബത്തിൽ ആവശ്യമുള്ളത് അങ്ങ് കൊടുക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ബ്ലസ് ചെയ്യുകയാണ്. രോഗികൾ ഈ സമയത്ത് കൈനീട്ടി പിടിക്കുക കർത്താവേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. വലിയ വിടുതൽ കൽപ്പിക്കണമേ. ജോയിൻറ്റ് പെയിൻ മാറിപ്പോകട്ടെ. എല്ലാവിധ ആമവാദവും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൽ വയറിനകത്ത് എന്തോ മുഴകളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് വലിയ വിടുതൽ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. ബ്ലസ് ചെയ്തതിനായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. പശ്ചിമേഷ്യ യുദ്ധം മുറുകുന്നു, അയയുന്നു, അനിശ്ചിതാവസ്ഥയിലാണ്. പക്ഷേ ഈ 17-ാം തീയതി വെള്ളിയാഴ്ച, ഏപ്രിൽ 17 വെള്ളിയാഴ്ച ദുബായ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞാൻ പേഴ്സണലി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ UAE എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി വരിക. കുറച്ച് നാളായിട്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഈ പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടത്തിയിട്ടില്ല. പക്ഷേ വി ആർ ഗോയിങ് ടു കം ടുഗദർ ആൻഡ് പ്രേ ഫോർ ദ മിഡിൽ ഈസ്റ്റ്. നമുക്ക് ഒരുമിച്ച് വരാം, ദൈവവചനം കേൾക്കണം. പ്രൊഫറ്റിക് ആയിട്ടുള്ള പലതും അന്ന് റിലീസ് ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ ചെയ്യാൻ ദൈവം പ്രാപ്തിയുള്ളവനാണ്. സോ നമ്മളെല്ലാവരും അന്നത്തെ ദിവസം ഒരുമിച്ച് വന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പേഴ്സണൽ പ്രേയറിനൊക്കെ ടൈം എടുത്ത് ഒരു അടിപൊളി ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്ത് പിരിയാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി.